നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഉത്സവവും ഫെബ്രുവരി 5 മുതൽ 9 വരെ. ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം. 7 മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. സംവിധാനം ഗിരീഷ് നടുവത്ത്. ഫെബ്രുവരി 6-ാം തീയതി രാവിലെ 8 മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 6:30 കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി. 7 മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക. ഫെബ്രുവരി 7-ാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി. തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ. ഫെബ്രുവരി 8-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് പ്രസാദ ഊട്ട്. സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ. തുടർന്ന് കുംഭാട്ടം, കാവടിയാട്ടം. അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി. വൈകുന്നേരം 4 മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം. പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ, നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി. രാത്രി 9 മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി, കുചേലവൃത്തം. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിലമ്പൂർ അമൽ കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിലൂടെ ചീറിപ്പാഞ്ഞെത്തിയ വാഹനത്തിലെത്തിയ മുഖംമൂടിധാരികളായ തീവ്രവാദികൾ മുന്നിൽ കണ്ട 10 വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി. ക്യാമ്പസിൽ ഗ്രനേഡ് എറിഞ്ഞതോടെ വിദ്യാർത്ഥികൾ ചിതറി. പിന്നാലെ എത്തിയ കേരള പോലീസ് അവഞ്ചേഴ്സ് കമാൻഡോസ് കുതിച്ചെത്തിയെങ്കിലും 5 നില ഹോസ്റ്റൽ കെട്ടിടത്തിലെ മുറിക്കുള്ളിൽ ആയുധധാരികളായ വിദ്യാർത്ഥികൾ കുട്ടികളെയും ഹോസ്റ്റൽ വാർഡനെയും ബന്ദികളാക്കി. 3/4 മണിക്കൂറോളം നടന്ന ഏറ്റുമുട്ടലിനൊടുവിൽ 4 തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ഒരാളെ പിടികൂടുകയും ചെയ്തു. വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മോചിപ്പിച്ചു. അമൽ കോളേജ് NSSന്റെ സഹകരണത്തോടെ പോലീസിന്റെ അവഞ്ചേഴ്സ് കമാൻഡോസ് നടത്തിയ മോക്ക് ഡ്രില്ലാണ് നാട്ടുകാരിലും വിദ്യാർത്ഥികളിലും പരിഭ്രാന്തി പരത്തിയത്. ചീറിപ്പാഞ്ഞുവരുന്ന പോലീസ് വാഹനങ്ങൾ, അഗ്നിരക്ഷാസേനാ വാഹനം, ആംബുലൻസുകൾ തുടങ്ങി അമൽ കോളേജ് ക്യാമ്പസിലേക്ക് കുതിച്ചെത്തിയതോടെ നാടാകെ പരിഭ്രാന്തിയിലായി. വഴിക്കടവിൽ നിന്നും വാഹനത്തിൽ 5 തീവ്രവാദികൾ നിലമ്പൂർ ഭാഗത്തേക്ക് കടക്കുന്നുവെന്ന ഇന്റലിജൻസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ വെളിയംതോട് വെച്ച് പോലീസിനെ വെട്ടിച്ചാണ് തീവ്രവാദികൾ അമൽ കോളേജ് ക്യാമ്പസിലേക്ക് വാഹനം കയറ്റിയത്. കമാൻഡോകളിൽ ചിലർ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലും കോളേജിന്റെ വിവിധ ഇടങ്ങളിലും നിലയുറപ്പിച്ചാണ് ഓപ്പറേഷൻ നടത്തിയത്. തീവ്രവാദികൾ തിരിച്ചും വെടിയുതിർത്തു, ഗ്രനേഡും എറിഞ്ഞു. കയർ കെട്ടി തൂങ്ങിയിറങ്ങി ഹോസ്റ്റലിനുള്ളിൽ കടന്നു. തീവ്രവാദികളുമായി ഏറ്റുമുട്ടി വിദ്യാർത്ഥികളെ മോചിപ്പിക്കുകയായിരുന്നു. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് മനോജ് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള 55 കമാൻഡോകളാണ് ഓപ്പറേഷൻ നടത്തിയത്. സ്കൂളുകളിലോ കോളേജുകളിലോ ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കാം, ആയുധധാരികളായ ഭീകരവാദികളെ എങ്ങനെ കീഴ്പ്പെടുത്താം, എങ്ങനെ പിടികൂടാം തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് മോക്ക് ഡ്രിൽ അമൽ കോളേജിൽ സംഘടിപ്പിച്ചത്. കേരള പോലീസ്, ഡോഗ് സ്ക്വാഡ്, ആരോഗ്യവകുപ്പ്, അഗ്നിരക്ഷാസേന, അമൽ കോളേജ് ചെയർമാൻ PV അബ്ദുൾ വഹാബ് MP, പ്രിൻസിപ്പൽ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ P ഫവാസ്, ഡോക്ടർ PC ഫിർദൌസിയ തുടങ്ങിയവർ സംഘത്തെ സ്വീകരിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.